ഗൈസ് മാക്കിൻ്റെ അമ്മ നമുക്ക് മൾബറി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മൾബറി ലെംഖൊർ എന്നാണ് കേട്ടോ പറയുന്നത്. ആണല്ലേ, അതാണ് ഇവൻ്റെ പേര്. ഗൈസ് പ്യൂങ്കയർ വാട്ടർഫോൾസിൻ്റെ എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞിട്ട് മാപ്പിൽ കാണിക്കുന്ന ലൊക്കേഷൻ ഞാൻ കാണിച്ചു. ഇതാണ് കണ്ടില്ലേ, അവിടെ എൻട്രി പോയിന്റ് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലതാ. ഇതുപോലൊരു സ്ഥലമാണ് കേട്ടോ. ഞാൻ വന്നത് അവിടെ നിന്നാണ്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട് പ്യൂങ്ക് അയ്യർ എന്ന്. അതുകൊണ്ട് നമുക്ക് ഇതുവഴി നേരെ താഴേക്ക് നടക്കാം. ഒറ്റ മനുഷ്യരില്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. ഉണ്ടോ ഇവിടെ അത്യാവശ്യം നല്ല വീതിയുള്ള വലിയ വഴിയാണോ. ഇവിടെയൊക്കെ റേഞ്ചുണ്ട്, അതുകൊണ്ട് വേറെ സീനൊന്നുമില്ല. പിന്നെ ഓഫ്ലൈൻ മാപ്പ് ആവശ്യത്തിന് ഡൗൺലോഡ് ചെയ്തിരുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എപ്പോൾ നമുക്ക് റേഞ്ച് കട്ടാവെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഇനി വഴികളൊന്നും ഇനി മാപ്പിൽ കാണിക്കില്ല. വണ്ടികളൊക്കെ വരുന്ന സ്ഥലം തന്നെ ഇതുവരെയൊക്കെ. പൈസ ഇങ്ങനൊരു സ്ഥലത്ത് വന്നിട്ട് റോഡ് തീരുകയാണ്. അപ്പോൾ അത് ഞാൻ ഞെട്ടി. പക്ഷേ ഇവിടെ വഴിയുണ്ട് കേട്ടോ, താഴേക്ക് മുകളിലേക്കുള്ള കല്ല് വിരിച്ച ഒരു കല്ലുള്ള പാറക്കഷ്ണം കൊണ്ടുള്ള വഴിയാണ്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് ഇതുവഴി പോകാൻ പറ്റും. അതുകൊണ്ടോ നമുക്ക് താഴേക്ക് ഇറങ്ങി പോവാം. ഇതുപോലുള്ള വഴി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രശ്നമില്ല, കാരണം സ്ഥിരമായിട്ട് ആൾക്കാർ പോകുന്ന വഴിയാണ് ഇതൊക്കെ. ഗൈസ്, നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് താഴെ അവിടെ എവിടെയാണ്. യെസ്, ഓക്കെ. എന്തായാലും നമുക്ക് ഇതുവഴി നേരെ അങ്ങ് പോവാം. അത് വെള്ളച്ചാട്ടം ചെറുതാണ് കേട്ടോ, നമുക്ക് ഇനിയും കുറച്ചുകൂടെ പോകാനുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടില്ലേ, അതുപോലെ തടിയൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ളൊരു പാലമൊക്കെ ഉണ്ട് കേട്ടോ. വേണ്ട, ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വേണം പോവാൻ. അയ്യോ, ടാസ്ക്കാണ്. യെസ് ഗായ്സ്, എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്താറായി എന്ന്. അവിടെ ഒരു പൂള് കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വെള്ളം കുറവാണ് കേട്ടോ, വെള്ളം തീരെ കുറവായതുകൊണ്ട് ഇവിടെ കുറവാണ്. അതുകൊണ്ടാണ് ഈ സൗണ്ട് കേൾക്കാത്തത് വെള്ളത്തിൻ്റെ. എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്, നമ്മളെ മുന്നിൽ കാണുന്നത് തന്നെയാണ് പ്യൂങ്കയർ. വെള്ളം കുറവായതുകൊണ്ട് ചിലപ്പോൾ ഒരു നാച്ചുറൽ ഫീൽ അല്ലെങ്കിൽ ഒരു പച്ചക്കളർ വെള്ളമൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. നോക്കട്ടെ, താഴേക്ക് ഇറങ്ങാം. ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോയാൽ മതി സൈഡിൽ കൂടെ. അത്യാവശ്യം നല്ലൊരു ട്രക്കിങ് കേട്ടോ. ഇവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ ഗൈസ്. ഗൈസ്, ഇത് തന്നെയാണ് കേട്ടോ പ്യൂങ്കയർ വാട്ടർഫോൾസ്. തീരെ വെള്ളമില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ കൂടെ വെള്ളം താഴേക്ക് വരും. ഇതായിരുന്നു വാട്ടർഫോൾസ്. താഴെ ഒരു സ്വിമ്മിംഗ് പൂൾ വരുന്ന സ്ഥലമുണ്ട്, താഴെ ഒരു പൂളുണ്ട്. നമുക്ക് മേളിലേക്കുള്ള പൂളിൽ പോവാം. ഇതാണ് നമ്മുടെ മെയിൻ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത്. നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ എന്ന് അറിയപ്പെടുന്ന ഇതാണ്. കുറച്ച് റിസ്കി ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അത്. കണ്ടില്ലേ, ഇങ്ങനെ കയറി വേണം പോകാൻ. കണ്ടോ, ഇതാണ് നമ്മുടെ നാച്ചുറൽ സ്വിമ്മിംഗ് പൂള്. ഞാനും ആദ്യമായിട്ട് കാണുന്നത്. എനിക്കൊന്നും വെള്ളമൊന്നും കാണില്ല. അയ്യോ, പെട്ടു ഗൈസ്, പെട്ടു. ഷോ ഗൈസ്, കണ്ടില്ലേ, നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടില്ലേ ഗൈസ്, വെള്ളം തീരെ കുറവ്. വന്ന വെറുതെ എന്നാണെങ്കിൽ പറയാം. പക്ഷേ നമുക്ക് നല്ലൊരു കാഴ്ച കാണാൻ പറ്റില്ല. മഴക്കാലം കഴിഞ്ഞിരിക്കുന്ന സമയത്തായിരുന്നു എന്നുണ്ടെങ്കിൽ നല്ല വെള്ളം കുത്തിയൊലിച്ച് വരുന്നത് കാണാം. അതുപോലെ തന്നെ ഇവിടെ വെള്ളം മൊത്തം പച്ച കളറിൽ കിടക്കുന്നതൊക്കെ കാണാം. അതിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് മനസ്സിലാക്കാൻ പറ്റും. കണ്ടില്ലേ, ഇത് അത്ര ആഴമുണ്ട്. ഈ ലെവലിൽ വരെ നല്ല വെള്ളം ഹൈറ്റിൽ നിൽക്കുന്നൊരു സമയമാണ്. കണ്ടില്ലേ, കണ്ടില്ലേ, ആ വര കണ്ടില്ലേ, ഏറ്റവും മാക്സിമം വെള്ളത്തിൻ്റെ ഹൈറ്റാണ് നമുക്ക് അവിടെ കിട്ടുന്ന വര. ഇപ്പോൾ വെള്ളമൊന്നും ഇല്ല. ഇവിടെ നിന്ന് ഒരു വെള്ളം പൂള് വീഴുന്നുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡാണ് മെയിൻ പൂള്. കാണിച്ചു തരാം. ഇതാണ് താഴെ, ഇതാണ് പ്യൂങ്കയർ വാട്ടർഫോൾസിൻ്റെ പ്രധാന പൂള്.
ഇത് അത്യാവശ്യം ആഴമൊക്കെ ഉണ്ട് ചെറുതായിട്ട്, നല്ല ക്ലീനായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ വെള്ളമില്ല, തീരെ ഇല്ല. ഇതൊരു ഹിഡൻ ആയിട്ടുള്ള ജെമ്മാണ്. പക്ഷേ നമ്മൾ വന്ന സമയം മാറിപ്പോയി. റൈറ്റ് പ്ലേസ് അറ്റ് ദ റോങ് ടൈം, റൈറ്റ് പേഴ്സൺ അറ്റ് ദ റോങ് ടൈം എന്നൊക്കെ ഇട്ടുണ്ട്. ഇത് റൈറ്റ് പ്ലേസ് അറ്റ് ദ റോങ് ടൈമാണ് ഗൈസ്. പക്ഷെ കൊള്ളാം കേട്ടോ, കൊള്ളാം. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം കാടിന് നടക്കും ഇതുപോലെ ടൂറിസ്റ്റുകളുടെ ബഹളവും ശല്യമൊന്നും ഇല്ലാതെ, എൻട്രി ഫീസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഗൈഡോ ഒന്നും ഇല്ലാതെ നമ്മൾ സ്വന്തമായിട്ടൊരു സ്ഥലത്തേക്ക് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബ് അടിപൊളിയാണ്. എനിക്കറിയായിരുന്നു വെള്ളം കുറവായിരിക്കും. പിന്നെ എത്രത്തോളം കുറവായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്നലെ നമ്മൾ പോയ സ്ഥലത്തില്ലേ, തലാ വാട്ടർഫോൾസിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നില്ലേ. ഒരു ദിവസം മഴ പെയ്താൽ തന്നെ നല്ല വെള്ളം വരും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, ഞാൻ എന്തായാലും ഞാൻ ഇറങ്ങി ചാടി കുളിച്ചേനെ. കുളിക്കാൻ വേണ്ടിയിട്ട് കണക്കായിട്ട് സോപ്പും തോർത്തൊക്കെ ആയിട്ട് വന്നത്. എക്സ്ട്രാ ഒരു ചെറിയൊരു നിക്കറൊക്കെ ആയിട്ട് വന്നത്. ഇതാണ് ഗൈസ് വെള്ളച്ചാട്ടത്തിൻ്റെ താഴത്തെ പോർഷൻ. പക്ഷെ ഇവിടെ പക്ഷേ ആഴം കുറവാണ്. എന്ന് വെച്ചാൽ വരിയുണ്ടല്ലേ, അതുവരെ മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ. താഴേക്കുള്ള വ്യൂ കാണിച്ചു തന്നിട്ടില്ലേ. ഇതുവഴിയൊക്കെയാണ് മഴക്കാലത്ത് വെള്ളം കുത്തി ഒഴിച്ച് താഴേക്കൊക്കെ വീഴുന്നത്. ഗൈസ് ഇങ്ങനെ കുറച്ച് നേരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നിന്നു. അതിന് തിരിച്ച് കയറാൻ വേണ്ടി പോകണം. എപ്പോൾ ഇനി മഞ്ഞോ മഴയൊക്കെ വരുമോയെന്ന് അറിയില്ല. അതുകൊണ്ട് ഇനി അധികം നേരം നിൽക്കുന്നില്ല. കാരണം തിരിച്ച് കയറാൻ നല്ല സമയമെടുക്കും. ഞാൻ അവിടെ നിന്ന് ഇതുവരെ എത്തി തന്നെ ഏകദേശം 1 മണിക്കൂറോളം സമയം എടുത്തിട്ടാണ്. അപ്പോൾ ഗൈസ് ഇങ്ങോട്ടേക്ക് വരുന്നവരുടെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഹിഡനായിട്ടുള്ള ഒരു അഡ്വഞ്ചർ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഉറപ്പായിട്ടും വരാം. വളരെ സേഫാണ്. പിന്നെ എന്താണ് കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. അതുമാത്രമല്ല നമുക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയാൻ മഴക്കാലം കഴിഞ്ഞിട്ടിപ്പോൾ ജൂൺ ജൂലൈ കഴിഞ്ഞിട്ടുള്ള മാസങ്ങൾ വരിക. ജൂലൈക്ക് ശേഷം വരിക. ജൂലൈക്ക് ഇവിടെ ഭയങ്കരമായിട്ട് മഴ പെയ്തിട്ട് ചിലപ്പോൾ ഇവിടെയൊക്കെ ചിലപ്പോൾ ഇങ്ങോട്ടേക്കുള്ള റൂട്ടൊക്കെ ചിലപ്പോൾ അടച്ചെന്ന് വരും. എവിടെയായാലും മഴ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ സാധാരണ മഴയല്ല ചിറാപ്പുഞ്ചിയിലെ മഴ. ഈ വേനൽക്കാലത്ത് പോലും മഴ ഞാൻ എത്രത്തോളം ഭീകരമാണെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയതാണ്. ചിറാപ്പുഞ്ചിയിലെ നമ്മൾ ഡബിൾ ഡക്കർ റോഡ് ബ്രിഡ്ജിലൊക്കെ പോയ സമയത്ത് മഴയുടെ കാഠിന്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ജൂൺ ജൂലൈ കഴിഞ്ഞുള്ള മാസങ്ങൾ വരിക, ഓഗസ്റ്റോ സെപ്റ്റംബർ ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. നല്ല സ്വിമ്മിംഗ് പൂൾ വരത്തെ നല്ല പച്ച കളറിൽ കിടക്കുന്ന വെള്ളമായിരിക്കും. താഴത്തെക്കാളും മേളിലിറങ്ങി കുളിക്കാൻ നല്ല സേഫാണ്, നല്ല അടിപൊളിയാണ്. നല്ല ആഴമുണ്ട്. പക്ഷേ സ്വിമ്മിങ് അറിയാമെന്നുള്ളത് മാത്രമേ വരിക. കാരണം അവിടെ വേറെ ഗൈഡോ കാര്യങ്ങളൊന്നുമില്ല, വേറെ ഫീസോ ഒന്നും കൊടുക്കണ്ട, ലൈഫ് ജാക്കറ്റോ ഒന്നുമില്ല. അപ്പം സേഫായിട്ട് തന്നെ നിങ്ങൾ വരണമെന്നുള്ളത് ഇങ്ങോട്ടേക്ക് വരിക കേട്ടോ. ഗൈസ് മല ഇറങ്ങാൻ എളുപ്പമാണ്, പക്ഷേ തിരിച്ചു കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും ടയേർഡായിപ്പോവും. അപ്പോൾ അത് ടയേർഡ് തോന്നാതിരിക്കാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരട്ടെ. ഇറങ്ങുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് മലയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കയറാം. പക്ഷേ തിരിച്ചു കയറാൻ നമുക്ക് ആ സൗന്ദര്യം ആസ്വദിക്കാൻ തോന്നില്ല, ഒരു ടയേർഡ്നെസ് കാരണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നമുക്ക് മോട്ടിവേഷൻ തരുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാലോചിച്ചിട്ടൊന്ന് കയറുക കേട്ടോ. അപ്പോൾ ആ ഒരു ടയേർഡൊന്നും ഫീൽ ചെയ്യില്ല. ഇതാ ഈ മല കയറിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഞാൻ തിരിച്ച് കയറി അറിഞ്ഞില്ല. പതുക്കെ ഇരുന്നും മനസ്സിൽ കുറേ കാര്യങ്ങൾ ചിന്തിച്ചും ഭാവിയിലെ കുറച്ച് കാര്യങ്ങളും എൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ വന്നതാണ്. വീഡിയോ കാണുന്ന നിങ്ങളുടെ അടുത്ത് എനിക്ക് അതേ പറയാനുള്ളൂ. നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഫോളോ ചെയ്യുക, ബാക്കിയൊക്കെ വഴി വന്നോളും. ഗൈസ് ഞാൻ പോയപ്പോൾ എനിക്ക് 1 മണിക്കൂർ എടുത്തു. പക്ഷേ തിരിച്ച് കയറിയപ്പോൾ എനിക്ക് 1 മണിക്കൂർ പോലും എടുത്തില്ല. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ ഐഡിയ ഇല്ലേ, അത് നല്ല വർക്കൗട്ടേ. കാരണം ഞാൻ നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ വരികയായിരുന്നു. ഭയങ്കര എനർജി ആയിരുന്നു. അങ്ങനെ ടയർഡ്നെസ്സും 2-3 സ്ഥലത്ത് മാത്രമേ ഞാൻ ജസ്റ്റ് ഒന്ന് ഇരുന്നുള്ളൂ വെള്ളം കുടിക്കാനൊക്കെ. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും, വർക്കൗട്ടാവും കണ്ടോ. തിരിച്ച് കയറാനായിട്ട് 1 മണിക്കൂർ പോലും എടുത്തില്ല ഈ ഒരു കയറ്റം. അത്രയും 10:07 ഞാൻ പുറപ്പെട്ടതാണ്. ഇപ്പോൾ 10:56 ആയിട്ടുണ്ട്. അടിപൊളി. ശരീരത്തിന് ക്ഷീണം വരാം, പക്ഷേ മനസ്സിന് ക്ഷീണം വന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് എത്ര വേണോ നമുക്ക് സ്റ്റാമിന ഉണ്ടാവും. അത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നില്ല. സ്ഥിരമായിട്ടുള്ള യാത്രയിലും ഒത്തിരി നടന്നും അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ നടന്നാൽ മതി. അപ്പോൾ ഗൈസ് ഞാൻ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. പിങ്ക് കയറിൻ്റെ കറക്റ്റ് 55 മിനിറ്റിൽ തന്നെ തിരിച്ചു കയറി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. വെള്ളമൊന്നും ഇല്ലായിരുന്നു എങ്കിൽ പോലും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള പ്ലേസ് തന്നെയാണ്. നമ്മൾ കറക്റ്റായിട്ടുള്ള ടൈമിനല്ലല്ലോ വന്നത്. അങ്ങനെ വാട്ടർഫോൾസിലൊക്കെ പോയിട്ട് ഞാൻ തിരിച്ചതാ നമ്മുടെ മാക്കിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. കുറേ പിള്ളേരൊക്കെ നടന്നു പോകുന്നുണ്ട്. ഹായ്. ഗ്രാമത്തിൽ ഒരുപാട് പിള്ളേരുണ്ട് കേട്ടോ. അവിടെ കുഞ്ഞു പിള്ളേർ ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്.
രാത്രി ഇന്നലെ വൈകുന്നേരമൊക്കെ ആയിട്ട് നല്ല കലവല സൗണ്ടായിരുന്നു. ഗൈസ് മാക്കിൻ്റെ അമ്മ നമുക്ക് മൾബറി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മൾബറി ഇപ്പം നമ്മളിവിടെ മൾബറി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവരെന്താ പറയുന്നത് അറിയില്ല. വാട്ട് ഈസ് കാൾഡ് in കാസി ലാംഗ്വേജ്? ലംഖോർ എന്നാണ് കേട്ടോ പറയുന്നത് മൾബറിക്ക്. ഇതാണ് മാക്ക്. ഒരു കാര്യം പറയാൻ പറ്റും കേട്ടോ, മാക്കിന് ഞാൻ 15 വയസ്സെന്ന് പറഞ്ഞത് തെറ്റിപ്പോയി. മാക്കിന് കൂടെ ഉണ്ടാകുന്ന പയ്യനാണ് 15 വയസ്സ്. മാക്കിന് 27 വയസ്സുണ്ട്. പുള്ളിക്കാരനോടെ സബ് രജിസ്ട്രാർ ഓഫീസിൽ DE ആയിട്ട് ജോലി ചെയ്യാണ്. ഗവൺമെൻറ് തന്നെ, പക്ഷേ കോൺട്രാക്റ്റാണ്. 1 വർഷം കൊണ്ട് അങ്ങനെയാണ് ജോലി ചെയ്യണം കേട്ടോ. നല്ലൊരു പയ്യൻ. ഇന്നതാ ദുഃഖവെള്ളി ആഴ്ചയാണ്, ഇന്ന് ഇവർക്കൊക്കെ ലീവാണ്. ഇപ്പോൾ ഇവരൊക്കെ ക്രിസ്ത്യൻസാണ്. അപ്പോൾ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പള്ളിയിലൊക്കെ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. ഗൈസ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ നമുക്ക് മാക്കിനെ പരിചയപ്പെടുത്തുന്ന പയ്യൻ. ആണല്ലേ, അതാണ് ഇവന്റെ പേര്. കണ്ടില്ലേ? അപ്പോൾ ഇവരൊക്കെ ഇന്ന് പള്ളിയിലൊക്കെ പോയി. യു ആർ ഗോയിങ് ടു ചർച്ച്? ഉണ്ട്. ഇവരെല്ലാം ഇന്ന് ദുഃഖവെള്ളി ആഴ്ച പള്ളിയിലൊക്കെ പോകാനുള്ള ഇതാണ്. അപ്പോൾ കണ്ടില്ലേ, ഇവനുള്ളതുകൊണ്ടാണ് എനിക്ക് ഇന്നലെ ഇവിടെ താമസിക്കാൻ പറ്റുന്നത്. താങ്ക് യു സോ മച്ച് ബ്രോ. ഗൈസ് ഞാനിവിടെ നിന്ന് മൾബറിയും അതുപോലെ തന്നെ ഒരു പഴം കൊണ്ടുവന്നു, അതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മൾബറി കഴിച്ചിട്ട് കയ്യിലൊക്കെ കണ്ടോ ചുവന്നിരിക്കുന്നത്. നേരെ ഡോക്കിയിലേക്കാണ്. ഓക്കെ, ഐ എം ലീവിങ്. ബൈ ബൈ ബൈ. ഓക്കെ. അങ്ങനെ മാക്കിനോട് ബായ് പറഞ്ഞതാ, അവരുടെ വീട്ടിൽ ഇറങ്ങുകയാണ്. ഇനി ഇതാ ബാഗും എടുത്തിട്ട് ഇനി അപ്പുറത്തെ നമ്മുടെ ഷോപ്പിൽ പോയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് അവിടെ നിന്ന് അടുത്ത് ലിഫ്റ്റ് അടിച്ചിട്ട് ലാട്രിങ്യൂ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് ഇവിടുന്നൊരു 6-7 കിലോമീറ്ററോളം ഉണ്ടാവും. അതിനുശേഷം പിന്നെ നമുക്ക് ഷില്ലോങ് റൂട്ടിൽ കുറച്ച് ദൂരം പോയിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ ഡോക്കി റൂട്ടിൽ പോകണം. ഞാൻ വീണ്ടും ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ ഈഷയുടെയും നിഷയുടെയും കടയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഇപ്പോൾ കാണാനില്ല, അവരുടെ കസിൻസൊക്കെയാണ്. അപ്പോൾ ഇവിടെ ചിക്കൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചിക്കനും റൈസും എടുക്കാൻ പറഞ്ഞു. ചിക്കന് 30 രൂപ, റൈസിന് 20 രൂപ, ടോട്ടലങ്ങനെ 50 രൂപയാണ് അവർ പറഞ്ഞത്, പയ്യൻ പറഞ്ഞത്. പുള്ളിക്കാരനെ എടുത്തോണ്ടിരിക്കുക. എനിക്ക് കൊണ്ടുപോകാനെന്ന് കരുതിയിട്ട് പുള്ളിക്കാരെന്താ എടുത്ത് പൊതിഞ്ഞതാണ് കേട്ടോ. ചിക്കനൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ, ഇത്രേ ഉള്ളൂ. വളരെ ഒരു പീസൊക്കെ ഉള്ളൂ കേട്ടോ, 30 രൂപയ്ക്ക്. പക്ഷെ കുഴപ്പമില്ല, ഇവിടെ നിന്ന് കഴിക്കാം.